ഉറപ്പാണ് വാക്കെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നോ? നിങ്ങൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടുള്ള മുണ്ടക്കൈ ചൂരൽമല പ്രകൃതി ദുരന്തത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. നമ്മൾ ആ ദുരിതകാലത്തെയും മറികടന്ന് മുന്നോട്ട് പോകുമ്പോഴും ആ ദുരിതാവസ്ഥയിൽ നിങ്ങളോട് മുഖ്യമന്ത്രി എന്ത് വാക്കാണ് പറഞ്ഞിരുന്നതെന്ന് ഓർക്കേണ്ടതാണ്. അവിടെയാണ് വാക്കാണ് ഉറപ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. ദുരന്തങ്ങൾ ഉണ്ടായാൽ ആ ദുരന്തത്തിന്റെ ഭാഗമായി തലയിൽ കൈവച്ച് കരഞ്ഞിരിക്കാനല്ല ഒരു ഘട്ടത്തിലും നാം തയ്യാറായിട്ടുള്ളത്. നാശനഷ്ടങ്ങൾ എങ്ങനെ പരിഹരിച്ചെടുക്കാം, എങ്ങനെ നാടിനെ പുനർനിർമ്മിക്കാം, അതാണ് ഓരോ ഘട്ടത്തിലും നാം ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും മുണ്ടക്കൈയിലും ചുവടുമലയിലും അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. കേട്ടല്ലോ, എന്താണ് ഉറപ്പ്? നമ്മൾ അവിടെ നിൽക്കാൻ പോകുന്നില്ല. ഉറപ്പായിട്ടും നിങ്ങളെ പുനരധിവസിപ്പിച്ചിരിക്കും, ചേർത്ത് പിടിച്ചിരിക്കും. ഇതാണ് തരുന്ന വാക്ക്. ആ വാക്ക് 1.5 വർഷങ്ങൾക്കിപ്പുറം നിങ്ങൾ പരിശോധിക്കൂ. ഇറങ്ങിപ്പോകാൻ 1 മാസമുള്ളപ്പോൾ ആ വാക്ക് പാലിക്കപ്പെടുകയാണ്. എന്താണ് വാക്ക് ഉറപ്പാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഈ ദൃശ്യം തന്നെ സാക്ഷി. ഇതിനോടൊപ്പം പല പ്രതികരണങ്ങൾ നിങ്ങൾ പല ദിവസങ്ങളിലായി കേൾക്കുകയാണ്. ഇത് യാഥാർത്ഥ്യമാകുന്നത് വരെ എന്തോരം തെറ്റിദ്ധാരണകളാണ് ആ മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കിയത്. അവരെ പറഞ്ഞു പറ്റിക്കുന്നു, അവരുടെ ഉള്ളിലേക്ക് ആശങ്ക വിതറിക്കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന മനുഷ്യരെ വീണ്ടും ആശങ്കപ്പെടുത്തിയവർ ഇന്നിപ്പോ ഈ കാഴ്ച കാണുമ്പോൾ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ കേൾക്കണ്ടേ? തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വെച്ചുകൊണ്ട് ഇത് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് ലാക്കാക്കിയുള്ള കാര്യത്തിന് വേണ്ടി ദുരന്തബാധിതരെ ഉപയോഗിക്കുന്നതിന് തുല്യമാണ്. ഏതാ ഞങ്ങൾ തറക്കല്ലല്ലോ ഇടുന്നത്, ഞങ്ങൾ വീടും കൊടുത്തില്ലല്ലോ. കേട്ടല്ലോ, തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണത്രേ. തെരഞ്ഞെടുപ്പ് സമയത്താണോ സർക്കാർ ഈ കാര്യം പറഞ്ഞത്? അല്ല, തെരഞ്ഞെടുപ്പിന് 1.5 വർഷം മുന്നെയാണ് ദുരന്തമുണ്ടായത്. ദുരന്തം വരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എല്ലാം നഷ്ടപ്പെട്ട് കേന്ദ്രം പോലും സഹായിക്കാത്ത സന്ദർഭത്തിലും ഈ നാട്ടിലെ മനുഷ്യരെ കൂടി ചേർത്തുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കാൻ, അവർ നമ്മളോടൊപ്പം ജീവിച്ചിരുന്ന മനുഷ്യരാണ്, അവർ അനാഥപ്പെട്ടു പോകാൻ പാടില്ല എന്ന് ഒരു സർക്കാർ വാക്കുകൊണ്ട് ഉറപ്പ് കൊടുത്ത് ദൃഢനിശ്ചയത്തോടു കൂടി അങ്ങിറങ്ങിയതാണ്. മാർച്ച് 1 രാവിലെ ആ താക്കോൽ കൂടി അവരുടെ കൈവശം കിട്ടുമ്പോൾ എന്തായി മാറുകയാണ്. ആ മനോഹര കാഴ്ചയ്ക്ക് പിന്നിലും ഒരു വാക്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത്. വ്യക്തിയായിക്കോട്ടെ, സംവിധാനങ്ങളായിക്കോട്ടെ, തരുന്ന ഉറപ്പുകൾ, പറയുന്ന വാക്കുകൾ, അത് തന്നെയാണ് പ്രധാനം. ടി സിദ്ദിഖിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടതുപോലെ പറഞ്ഞിട്ട് ഇതുവരെ തറക്കല്ലിടാൻ കൂടി കഴിഞ്ഞിട്ടില്ല. വാക്കിന് ഒരു വിലയും ഇല്ലാത്തവർ ഇനിയും വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ സ്വയം കുഴിയിൽ ചാടിക്കുന്നു എന്നതിനപ്പുറം നിങ്ങളെ ചേർത്ത് നിർത്തിയവർ, ഈ നാടിൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിച്ചവർ, അത് പരിപൂർണമായില്ലെങ്കിൽ കൂടിയും നിങ്ങളുടെ വരും തലമുറയ്ക്ക് ഈ നാട് ഒരു സുരക്ഷിത കേന്ദ്രമാണെന്നും ഈ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് തൊഴിലെടുത്ത് ജീവിക്കാനുള്ള സകല സാഹചര്യവും ഉറപ്പാക്കുമെന്നുള്ള വാക്കോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു തവണ അതിനെ വിശ്വസിക്കണ്ടേ എന്ന് നിങ്ങളോട് ചോദിച്ചോളൂ. അതിനുദാഹരണമാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരുടെ ഇന്നത്തെ സന്തോഷം. ആ വാക്കാണ് വില.